ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ദുഃഖത്തിലാണ് ഞാൻ. എൻ്റെ സഹധർമ്മിണി എന്നെ വിട്ടുപോയിട്ട് ഇന്ന് 10 ദിവസമേ ആവുള്ളൂ. എൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അധികം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മത്സരിക്കുന്ന ആൾക്കാർ, അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ എത്ര കഠിനാധ്വാനം കൊണ്ടാണ് കേരള സ്പോർട്സ് കൗൺസിൽ ഇത് അംഗീകരിച്ചത്. ഇത് അംഗീകരിച്ചതിനെ നമുക്കറിയാം. വർഷങ്ങളായി നമ്മൾ പങ്കെടുത്തു. ഗ്രേസ് മാർക്കില്ല, PSCയുടെ റാങ്ക് ലിസ്റ്റിലില്ല, അതുപോലെ മറ്റൊരു പ്രയോജനമില്ല. പക്ഷേ ഇപ്പോൾ അഭിമാനം തോന്നുന്നു ഇത് അപ്രൂവലാക്കി കഴിഞ്ഞപ്പോൾ. 47ാമത് കോട്ടയം ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത MLA സെബാസ്റ്റ്യൻ കുളങ്ങൽ, അതുപോലെ നമ്മുടെ അധ്യക്ഷ ശ്രീമതി ഗീത ലോവൽ, നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സുരേഷ് വിക്ക്, മുഖ്യ അതിഥി അബീഷ് പി ഡൊമിനിക്ക്, അതുപോലെ തന്നെ കോട്ടയം ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ ബി മാത്യു, നൈറ്റിൽ ഇവിടെ വന്നിട്ട് വിശിഷ്ട വ്യക്തികൾ, ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന കോമ്പറ്റീറ്റർക്കും ഇവിടെ വന്ന് കാണാൻ വന്ന മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് മത്സരങ്ങളിലേക്ക് അടുത്തതായിട്ട് ആശംസകൾക്ക് മുമ്പ് നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ ഇവിടെ ഏറ്റെടുത്ത് ഇത്രയും ഭംഗിയായിട്ട് സംഘടിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയും പഞ്ചഗുസ്തി കോമ്പറ്റീഷൻ എത്ര നല്ല രീതിയിൽ കോട്ടയം ജില്ലയ്ക്ക് സമർപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഓടി നടന്ന ക്യാമ്പസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും കൂടി അദ്ദേഹത്തിന് ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ നൈജിൽ ജോൺ എല്ലാ അയൺ ഗെയിംസിൻ്റെ ഏതൊരു മത്സരത്തിലായാലും ജനറൽ കൺവീനറായിട്ട് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും ഏറ്റവും ഭംഗിയായിട്ട് നടത്താനും മുന്നിൽ നിന്ന് ഓടുന്ന ശ്രീ നൈജിൽ ജോർജിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ആദ്യമായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ശ്രീമതി ഗീതാ നോബൽ മാഡത്തിനെ കോഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ചോളൂ. അതുപോലെ പഞ്ചഗുസ്തി എന്ന് പറയുന്നത് 2020 വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി 2020 ശേഷം ഇതിൻ്റെ ഒരു ഗ്രോത്ത്, ഇതിനകത്ത് മത്സരിക്കുന്നവർക്കും അല്ലാത്ത നമ്മുടെ ഇവിടെ വരുന്ന ക്ലബ് ഓണേഴ്സിനും എല്ലാവർക്കും അറിയാം. ഗീതാ നോബലിനെ ഏറ്റവും ഹൃദയംഗമായ രീതിയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ പ്രിയങ്കരനായ അബീഷിനെ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചോളൂ. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി ഗീത നോബൽ, അതുപോലെ തന്നെ ബഹുമാനായ MLA സെബാസ്റ്റ്യൻ കുളങ്ങൽ സാറ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുരേഷ് ബാബു സാറ്. കാരണം എനിക്ക് ഏറ്റവും ചെറുപ്പത്തിൽ മുതൽ എന്നെ പഞ്ചഗുസ്തിയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരായിട്ടുള്ള 2 പേരാണ്, സെബാസ്റ്റ്യൻ സാറും അതുപോലെ തന്നെ ബാബു സാറും. ഞങ്ങൾ ബാബുചേട്ടൻ എന്നാണ് ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നത്. ബാബുചേട്ടനെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കായിക രംഗത്ത് അല്ലെങ്കിൽ എൻ്റെ അത്ലറ്റിക്സ് സെബാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മതി, സെബാൻ സാറെന്ന് വിളിക്കേണ്ടെന്ന് പറയുക. എന്നെ കായിക രംഗത്ത്, അതായത് ഞാൻ അത്ലറ്റിക്സിലൂടെയാണ് എൻ്റെ തുടക്കം. എൻ്റെ അത്ലറ്റിക്സിൽ ചെറുപ്പത്തിൽ സ്റ്റാർട്ടിങ് എടുക്കാൻ തുടങ്ങിയ സാറിനെ വളരെ പേടിയോടെയാണ് കണ്ടിരുന്നത്. ജോസിഫ് സാർ വളരെ ബഹുമാനത്തോടെ ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ടേബിളിൽ, അതായത് സ്കൂളിൻ്റെ ടേബിളിൽ പഞ്ചഗുസ്തി പഠിച്ച ഒരു മനുഷ്യനുണ്ട്. ഇപ്പോഴും പഞ്ചഗുസ്തിയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള റിജു ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് നമ്മുടെ പൂഞ്ഞാർ ഒരു ജിമ്മ് കൊണ്ടുവന്നത്. ഏതാണ്ട് 2013 മുതൽ റിജു ഇവിടെ ആം റെസ്ലിംഗ് കോമ്പറ്റീഷനുകൾ നമ്മുടെ പൂഞ്ഞാറുകാരുടെ അഭിമാനമായി ഒരുപാട് കോമ്പറ്റീഷനുകൾ ഇത് കഴിഞ്ഞിങ്ങോട്ട് 2013 മുതൽ ഇങ്ങോട്ട് കൂടുതൽ കോമ്പറ്റീഷനുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചയാളാണ്. അതുപോലെ തന്നെ എനിക്ക് ഇന്ത്യക്ക് അഭിമാനമായി മാറിയ ഒട്ടനവധി ആം റെസ്ലിംഗ് രംഗത്തേക്ക് വന്ന ആൾക്കാർ ഇന്ന് ഈ വേദിയിലുണ്ട്. പൂഞ്ഞാർ SMB ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കായിക അധ്യാപന നിലയ്ക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏകദേശം 120 കാറ്റഗറിയാണ് ഇവിടെ മത്സരങ്ങൾ നടത്തുന്നത്. ഞാൻ സമാനമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അതിലേകദേശം
850 കായിക താരങ്ങൾ മാറ്റിവെക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ. കഴിഞ്ഞ 36 വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലെ കോച്ചായിട്ടും അതുപോലെ വിദ്യാർത്ഥികളായിട്ടൊക്കെ മത്സരിക്കാനും പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര അച്ചടക്കത്തോടുകൂടി ഈ മത്സരങ്ങൾ പങ്കെടുക്കുവാൻ നിങ്ങളിരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ. നമുക്കറിയാം ഈ പഞ്ചഗുസ്തി മത്സരങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 47-ാമത്തെ വർഷമാണ്. അതിന് 2016 ഈ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ വിവിധ അസോസിയേഷനുണ്ട്. ഈ 47 വർഷക്കാലം ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ട് 2016 അപ്രൂവൽ ആക്കിയിരിക്കുന്നത്.